ദൈവത്താൽ അനുഗ്രഹീതമായ ഈ പ്രഭാതത്തിൽ ചിന്തയ്ക്ക് ആധാരമായി എടുത്തിരിക്കുന്ന ഒരു വാക്യം നാം ഇന്ന് പാഠമായി വായിച്ച വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 11-ാമത്തെ വാക്യം. ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല, പോക, ഇനി പാപം ചെയ്യരുത് എന്ന് യേശു പറഞ്ഞു. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ വിശുദ്ധ ദിവസത്തിന്റെ പ്രഭാതത്തിൽ അങ്ങേ ആരാധിക്കുവാൻ, ഞങ്ങളുടെ ജീവിതത്തെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുവാനും ഇന്ന് വചനം സംസാരിക്കുന്നത് കേൾക്കുവാനും ഞങ്ങൾ തിരുസന്നിധിയിലായിരിക്കുന്നു. ജീവിതത്തിന്റെ കുറവുകളെ കുറിച്ച് ഉണർന്ന് ദൈവസന്നിധിയിൽ അങ്ങേക്ക് യോഗ്യമായ ജീവിതം നയിപ്പാൻ അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ സഹായിക്കണം. ചിന്തിക്കുന്ന വചനം ഞങ്ങളുടെ ഹൃദയത്തെ തൊട്ടുണർത്തുന്നതും കുറവുകളുണ്ടെങ്കിൽ അത് പരിഹരിക്കുവാനുള്ള തീരുമാനങ്ങൾ എടുക്കുവാനും അവിടുന്ന് ഞങ്ങളെ സഹായിക്കണം. വചനം അവിടുത്തേത് സംസാരിക്കുന്ന അടിയനും കേൾവിക്കാരായിരിക്കുന്ന ജനവും അവിടുത്തേതാണ്. കൃപയുടെ കരങ്ങളിൽ ഞങ്ങളെ വഹിച്ചാൽ യേശു ക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ആരാധനയിലൂടെ സർവശക്തനായ ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുന്ന പ്രിയ ദൈവജനമേ, ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് ലോകം അതിൻ്റെ അന്ത്യത്തോട് അടുത്തുകൊണ്ടിരിക്കുന്നു. യുദ്ധങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ, മഹാവ്യാധികൾ നിത്യ സംഭവങ്ങളായിരിക്കുന്നു. മനുഷ്യ ഹൃദയങ്ങളിൽ സ്വസ്ഥത നഷ്ടപ്പെട്ടവരായി നിരാശയുടെ അനുഭവങ്ങളിലേക്ക് വഴുതി വീഴുന്നു. ദൈവജനം ദൈവത്തെ ആരാധിക്കാതെ ലോക ഇമ്പങ്ങളിലും ലോക മനുഷ്യരുടെ അനുഭവങ്ങളിലും തരം താഴ്ന്നു പോകുന്ന സാഹചര്യങ്ങൾ. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ആരാധനയ്ക്കുള്ള പ്രാധാന്യം, സർവശക്തനായ ദൈവത്തെ നാം ആരാധിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിന് കൈവരേണ്ടതായ ആത്മീയ അനുഗ്രഹങ്ങൾ, നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനുള്ള ഉൾവിളികൾ, ഇവയെല്ലാം ഈ നാളുകളിൽ നമുക്ക് ആവശ്യമായിരിക്കുന്നു. ദൈവവചനത്തിന് നാം ചെവി കൊടുക്കുന്നുവെങ്കിൽ, കേൾക്കുന്ന വചനം നാം വ്യത്യസ്തമാക്കി അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നുവെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുവാനായിട്ട് സാധിക്കും. ഇത് പലപ്പോഴും വചനം കേൾക്കുകയും കേൾക്കുന്നത് മറക്കുകയും പഴയതിനേക്കാൾ തരം താഴ്ന്ന അനുഭവങ്ങളിലൂടെ ജീവിതം നയിക്കുകയും ചെയ്യുന്നവരാണ് നമ്മിൽ പലരും. എന്നാൽ നമ്മുടെ കുറവുകളെ ഉണർന്നുകൊണ്ട് പുതിയ ഒരു ചിന്തയിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. ഇന്നത്തെ ചിന്താവിഷയം ദൈവ സ്നേഹത്തിന്റെ പ്രതിഫലനം ആധികാരിക ആശയവിനിമയത്തിലൂടെ എന്നുള്ളതാണ്. ദൈവ സ്നേഹത്തിന്റെ പ്രതിഫലനം ആധികാരിക ആശയവിനിമയത്തിലൂടെ. സ്നേഹത്തിന് പുതിയ അർത്ഥങ്ങൾ കണ്ടെത്തുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. അപ്പോൾ ദൈവ സ്നേഹത്തിന്റെ പ്രതിഫലനം ആധികാരിക ആശയവിനിമയത്തിലൂടെ എന്ന ചിന്ത ഇന്ന് വളരെ പ്രസക്തമായ ഒരു ചിന്താവിഷയമാണ്. സ്നേഹത്തിന് അതിൻ്റെതായ ഭാഷയുണ്ട്. അത് ശരിയായ വിധത്തിൽ പ്രകടിപ്പിക്കുവാനായിട്ട് കഴിയണം. അങ്ങനെ സ്നേഹം ശരിയായ വിധത്തിൽ പ്രകടിപ്പിക്കുവാൻ കഴിയണമെങ്കിൽ ആ സ്നേഹത്തിൽ അന്തർലീനമായിരിക്കുന്ന ആശയം സംവേദനം ചെയ്യപ്പെടുവാനായിട്ട് കഴിയണം എന്നുള്ളതാണ്. ഇവിടെ സ്നേഹം ഉണ്ട് എന്ന് നാം പറയുകയും അത് ശരിയായി പ്രകടിപ്പിക്കുവാൻ കഴിയാതിരിക്കുകയും ചെയ്താൽ സ്നേഹത്തിന്റെ ആഴങ്ങളിലേക്ക് നമുക്ക് ഇറങ്ങി ചെല്ലുവാൻ കഴിയുന്നതല്ല. അപ്പോൾ സ്നേഹത്തിനായുള്ള
ലോകമാനവ ജനതയുടെ ആഗ്രഹങ്ങളും പ്രാർത്ഥനകളും അത് മനസ്സിലാക്കിയുള്ള ദൈവിക ഇടപെടലുകളുമാണ് ഇന്ന് നാം പാഠമായി വായിച്ച വേദഭാഗങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. നാം ഇത് പാഠമായി വായിച്ച യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 1 മുതൽ 11 വരെ രേഖപ്പെടുത്തിയിരിക്കുന്ന ദൈവ വചനത്തെ അടിസ്ഥാനപ്പെടുത്തി ഇന്നത്തെ ചിന്ത ക്രമീകരിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ കാണുന്ന ഒരു വിഷയം വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ കല്ലെറിഞ്ഞു കൊല്ലുവാനായി യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. യേശു അവളെ രക്ഷിക്കുന്നതായി ആ വേദഭാഗം നമ്മെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ശരിയായ ദൈവസ്നേഹത്തിന്റെ സംവേദനം മരണകരമായ അനുഭവത്തിൽ നിന്നും രക്ഷാകരമായ ഒരു അനുഭവത്തിലേക്ക് നയിക്കുന്നു എന്ന് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പോൾ ദൈവസ്നേഹം ശരിയായി സംവേദനം ചെയ്യപ്പെടണമെങ്കിൽ ദൈവ വചനത്തിൽ അന്തർലീനമായിരിക്കുന്ന ആത്മീയ സത്യങ്ങൾ അത് വ്യക്തമായി മനസ്സിലാക്കുവാനും അത് സംവേദനം ചെയ്യപ്പെടുവാനും നമുക്ക് കഴിയണം എന്നുള്ളതാണ്. ഇവിടെ ഒന്നാമത്തെ ചിന്ത വിവേചനമില്ലാത്ത ദൈവ സ്നേഹത്തെ പ്രതിഫലിപ്പിക്കുന്ന ക്രിസ്തു എന്നുള്ളതാണ്. വിവേചനമില്ലാത്ത ദൈവ സ്നേഹം, പക്ഷപാതമില്ലാത്ത, മുഖപക്ഷമില്ലാത്ത ഒരു ദൈവ സ്നേഹത്തെ അവതരിപ്പിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെയാണ് നമുക്കിവിടെ ദർശിക്കുവാനായിട്ട് കഴിയുന്നത്. ഇവിടെ ക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷയാണ് പശ്ചാത്തലം. ഇവിടെ യേശുവിന്റെ മേൽ കുറ്റം ആരോപിക്കുന്നതിനും യേശുവിനെ പരീക്ഷിക്കുന്നതിനുമായി പരീശന്മാരും ന്യായശാസ്ത്രിമാരും അടങ്ങുന്ന ജനസമൂഹം വ്യഭിചാര കർമ്മത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ യേശുവിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തുകയാണ്. എന്നിട്ട് അവർ പറയുന്നു, മോശ പഠിപ്പിച്ച ന്യായപ്രമാണം അനുസരിച്ച് ഇവളെ കല്ലെറിയണം, നീ എന്ത് പറയുന്നു എന്ന് യേശുവിനെ പരീക്ഷിച്ച് ചോദിക്കുകയാണ്. യേശു അവിടെ നിലത്ത് വിരൽ കൊണ്ട് എഴുതിക്കൊണ്ടിരുന്നതായി രേഖപ്പെടുത്തിയിരിക്കുന്നു. യേശുവിന്റെ ആ ഒരു സംയമനം എന്ന് പറയുന്നത് സാഹചര്യങ്ങളെ യേശു വിലയിരുത്തുകയാണ് ചെയ്തത്. യേശു ചുറ്റും നോക്കി കൈകളിൽ കല്ലുകളുമായി ന്യായം നടപ്പിലാക്കുവാൻ വിശുദ്ധിയുടെ പരിവേഷം അണിഞ്ഞുകൊണ്ട് നിൽക്കുന്നതായ ഒരു ജനസമൂഹം. ഒരു പക്ഷേയെങ്കിൽ അവരുടെ പാപത്തിൽ പങ്കുചേർന്ന വ്യക്തിയും ഈ കല്ലുമായി നിൽക്കുന്ന വിശുദ്ധിയുടെ പരിവേഷം അണിഞ്ഞു നിൽക്കുന്ന വിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നിരിക്കാം. ഏത് നിമിഷവും ആ കല്ലുകൾ തന്റെ മേൽ പതിക്കും എന്ന പ്രാണവേദനയോടെ നിൽക്കുന്ന ഒരു സ്ത്രീ. ദൈവം സ്നേഹം തന്നെയെന്നും സ്നേഹിക്കുന്നവരെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു എന്ന് സുവിശേഷിക്കുകയും ചെയ്ത കർത്താവായ യേശു പാപിനിയായ സ്ത്രീയെയും ചുറ്റും നിന്ന് കുറ്റം ആരോപിക്കുന്നതായ ജനസമൂഹത്തെയും ഒരുപോലെ സ്നേഹിക്കുന്നതായി യേശുവിന്റെ വിധി പ്രസ്താവത്തിൽ നമുക്കവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇവിടെ ദൈവ സ്നേഹത്തിന് വിവേചനമില്ല എന്ന് അവരെ പഠിപ്പിക്കുവാൻ, നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം അവളെ കല്ലെറിയട്ടെ എന്ന് യേശു വിധി പ്രസ്താവിക്കുകയാണ് ചെയ്തത്. ഇവിടെ യേശു പറയുന്നത്, നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം അവളെ കല്ലെറിയട്ടെ. ഇവിടെ മോശയുടെ ന്യായപ്രമാണം അനുസരിക്കേണ്ട എന്ന് യേശു പറയുന്നില്ല. ന്യായപ്രമാണത്തെ തിരസ്കരിക്കണമെന്നും യേശു ഇവിടെ പറയുന്നില്ല. വിവേചനരഹിതമായ വിധി എങ്ങനെ പ്രസ്താവിക്കാമെന്ന് ആധുനിക നിയമസംഹിതകൾക്ക് വ്യക്തമായ ഒരു മാർഗനിർദ്ദേശം നൽകുന്നതായി നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. യേശുവിന്റെ വിധി എന്ന് പറയുന്നത് വിവേചനരഹിതമായ ഒരു വിധിയാണ്. അത് വാദിയെയും പ്രതിയെയും രക്ഷിക്കുന്ന ഒരു വിധി.
പാപമില്ലാത്ത വ്യക്തി ആദ്യം കല്ലെറിയണം. ഇത് യേശുവിന്റെ സ്നേഹത്തോടെയുള്ള വാക്കുകളാണ്. യേശുവിന്റെ സ്നേഹത്തിന് വിവേചനമില്ല എന്നും മുഖപക്ഷമില്ല എന്നും പാപിയെ ശിക്ഷിക്കുവാനല്ല പാപിയെ രക്ഷിക്കുവാനാണ് യേശു ഈ ഭൂമിയിൽ അവതരിച്ചത് എന്നുള്ളതിന് വ്യക്തമായ ഒരു ദർശനവും അതിന്റെ ശക്തമായ ഒരു വിധിയും യേശു ഇവിടെ പ്രഖ്യാപിക്കുന്നു. അത് നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം ഇവിടെ കല്ലെറിയട്ടെ. ഇവിടെ ദൈവസ്നേഹത്തിന്റെ നിസ്തുല്യതയാണ് പ്രകടമാക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. വാദിയെയും പ്രതിയെയും ഒന്നതുപോലെ സ്നേഹിക്കുന്ന ദൈവ സ്നേഹത്തിന്റെ മുമ്പിൽ ഏതൊരു വിവേചനമോ മുഖപക്ഷമോ ഇല്ല എന്ന് യേശു അസന്നിഗ്ധമായി തന്റെ ഈ വിധിയിലൂടെ പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. രണ്ടാമത് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് സ്വയം ശോധനയിലേക്ക് നയിക്കുന്ന ദൈവ സ്നേഹം എന്നുള്ളതാണ്. ഇന്ന് ആത്മശോധന നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. മറ്റുള്ളവരെ നോക്കി കുറ്റം ആരോപിക്കുവാൻ വെമ്പൽ കൊള്ളുന്ന ഒരു ജനസമൂഹം. ഇത് ഈ കാലഘട്ടത്തിന്റെ മാത്രമല്ല, യേശുവിന്റെ കാലഘട്ടത്തിലുമുള്ള ഒരു പ്രത്യേകതയായിരുന്നു. ജനത്തിന്റെ മനോഭാവമായിരുന്നു മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ വിശുദ്ധനെന്ന് വരുത്തി തീർക്കുവാനും മറ്റുള്ളവരെല്ലാം പാപികളാണെന്ന് മുദ്രകുത്തുവാനും ആ പാപത്തിന്റെ ശമ്പളമായ ശിക്ഷ വിധിക്കുവാനും വെമ്പൽ കൊള്ളുന്ന ഒരു സമൂഹത്തിലാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിരിക്കുന്നത്. ഇവിടെ യേശു പറയുന്നത്, നിങ്ങളിൽ പാപമില്ലാത്തവൻ ഇവിടെ ഒന്നാമത് കല്ലെറിയട്ടെ. ഇവിടെ യേശു ക്രിസ്തുവിന്റെ വിവേചനരഹിതമായ വിധി പ്രസ്താവന, ദൈവ സ്നേഹത്തിന്റെ ശരിയായ രീതിയിലുള്ള ഒരു ആശയ വിനിമയമാണ് ഇവിടെ സംവേദനം ചെയ്യപ്പെടുന്നത്. അപ്പോൾ ദൈവ സ്നേഹം ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് ഒരു സ്വയം ശോധനയിലേക്ക് അഥവാ ആത്മശോധനയിലേക്ക് നമ്മെ നയിക്കുന്നു എന്നുള്ളതാണ്. ദൈവ സ്നേഹം ആരെയും ശിക്ഷയ്ക്ക് വിധിക്കുന്നില്ല, എല്ലാവരെയും രക്ഷിക്കുന്നതാണ് ദൈവ സ്നേഹം എന്ന് പറയുന്നത്. ഇവിടെ യേശുവിന്റെ വിധി അതിനനുസരിച്ചാണ് നമുക്ക് വിലയിരുത്തുവാനായിട്ട് കഴിയുന്നത്. നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം ഇവിടെ കല്ലെറിയട്ടെ. ഇവിടെ പാപിനിയായ സ്ത്രീക്ക് നേരെ വിരൽ ചൂണ്ടി സ്വയം വിശുദ്ധരായി പ്രഖ്യാപിക്കുന്ന പൊതു സമൂഹം. പാപിനിയായ സ്ത്രീ ഇവിടെ സ്വയം ശോധനയ്ക്ക് വിധേയരാകുകയാണ് ചെയ്യുന്നത്. മറ്റുള്ളവരെ നോക്കി വിധി പ്രസ്താവിക്കുവാൻ വെമ്പൽ കൊള്ളുന്ന വാദിഭാഗവും ഇവിടെ പ്രതിയായി നിൽക്കുന്ന ഈ പാപിനിയായ സ്ത്രീ ഒന്നതുപോലെ ആത്മശോധനയ്ക്ക് വിധേയപ്പെടുന്നു. നിങ്ങൾ വിശുദ്ധരെന്ന് ഭാവിച്ച് മറ്റുള്ളവരെ കല്ലെറിയുന്ന പരീക്ഷ സമൂഹം ആത്മപരിശോധനയ്ക്ക് വിധേയപ്പെടുവാനായിട്ട് പോകുകയാണ്. മാത്രവുമല്ല, ഇവൾ പാപിയായതിന് പിന്നിൽ പ്രവർത്തിച്ച വ്യക്തികളും വിശുദ്ധന്റെ പരിവേഷവും അണിഞ്ഞ് കയ്യിൽ കല്ലുകളുമായി നിൽക്കുകയാണ്. അവരും ആത്മശോധനയിലൂടെ കടന്നു പോകുന്ന നിമിഷങ്ങളാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. ഇവിടെ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം വളരെ ശ്രദ്ധയേറിയ ചിന്തകളാണ് നൽകുന്നത്. അവർ അത് കേട്ടിട്ട് മനസ്സാക്ഷിയുടെ ആക്ഷേപം ഹേതുവായി മൂത്തവരും ഇളയവരും ഓരോരുത്തരായി വിട്ടുപോയി എന്നുള്ളതാണ്. ഇപ്പോൾ മനസ്സാക്ഷിയുടെ ആക്ഷേപം, പ്രിയമുള്ളവരെ, മനസ്സാക്ഷി ഇല്ലാത്ത ഒരു ജനസമൂഹമായി ആധുനിക ക്രൈസ്തവ സമൂഹവും ലോക ജനതയും വളരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് മറ്റുള്ളവരെ നോക്കി വിരൽ ചൂണ്ടുവാനും മറ്റുള്ളവരെ എറിയുവാനുള്ള കല്ലുകൾ ശേഖരിക്കുന്ന അനുഭവങ്ങളിലേക്ക് നമ്മുടെ മനോഭാവം മാറിപ്പോകുന്നത്. ഇവിടെ പാപിനിയായ സ്ത്രീയെ എറിയുവാൻ കല്ലുകളുമായി വന്നവർ സ്വയം ശോധന ചെയ്തപ്പോൾ തങ്ങൾ കൊണ്ടുവന്ന കല്ലുകൾ തങ്ങളെ തന്നെ എറിയുവാനുള്ള ആ
ആയുധങ്ങളായി അവർ അതിനെ മനസ്സിലാക്കുകയാണ് ചെയ്തത്. പ്രിയമുള്ളവരെ, ഇവിടെ നിൽക്കുന്നതായ ഈ ജനസമൂഹത്തിന് മനസ്സാക്ഷിയുടെ ആക്ഷേപം കേതുവായപ്പോൾ, ഒരു ആത്മപരിശോധനയ്ക്ക് അവർ വിധേയപ്പെട്ടപ്പോൾ, മറ്റുള്ളവരെ എറിയുവാനായി കൊണ്ടുവന്നതായ കല്ലുകൾ അത് തങ്ങളെ തന്നെ എറിയുവാനുള്ള ആയുധങ്ങളാണ് എന്ന് ബോധ്യപ്പെട്ടപ്പോൾ, അവരുടെ കരങ്ങളിൽ നിന്ന് കല്ലുകളെല്ലാം അവർ പോലും അറിയാതെ കരങ്ങളിൽ നിന്ന് ഊർന്ന് താഴെ പോകുന്നതായിട്ടും, അവർ ഓരോരുത്തരായി തങ്ങൾ വിശുദ്ധരെന്ന് അഭിമാനിച്ചതായ ഈ പരീശരും ഈ ജനവിഭാഗവും യേശുവിന്റെ മുൻപിൽ നിന്ന് ഓരോരുത്തരായി പിന്മാറി കടന്നു പോവുകയാണ്. ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്, സ്വയം ശോധനയില്ലാത്ത സമൂഹം ദൈവ സ്നേഹത്തിൽ നിന്നും അകലുന്നു എന്നുള്ളതാണ്. ആത്മശോധന ചെയ്യുന്നുവെങ്കിൽ ഇന്ന് മറ്റുള്ളവരെ എറിയുവാനായി തങ്ങൾ കല്ലുവയ്ക്കുന്ന കല്ലുകൾ തങ്ങളെ തന്നെ എറിയുവാനുള്ള ആയുധങ്ങളാണ് എന്ന കാര്യം മറന്നു പോകരുതേ. പ്രിയമുള്ളവരെ, വിധി പ്രസ്താവിക്കുവാൻ നാം യോഗ്യരല്ല. ഒരു സ്വയം ശോധനയാണ് ഈ നാളുകളിൽ നമുക്ക് ആവശ്യമായിരിക്കുന്നത്. ഈ സ്വയം ശോധന മറ്റുള്ളവരെ വിധിക്കുവാനുള്ളതായ അനുഭവമല്ല. സ്വയം ശോധന ചെയ്യാനാണ് ദൈവ സ്നേഹം നമ്മെ പഠിപ്പിക്കുന്നത്. മറ്റുള്ളവരെ വിധിക്കുവാനുള്ള, മറ്റുള്ളവരെ ശിക്ഷിക്കുവാനുള്ള കല്ലുകളുമായി നടക്കുന്ന അഭിനവ വിശ്വാസ സമൂഹം മറ്റുള്ളവരെ വിധിക്കുവാനുള്ള കല്ലുകൾ ശേഖരിക്കുമ്പോൾ, ആത്മശോധന ചെയ്യുന്നവർ ദൈവ സ്നേഹത്തിന്റെ സാക്ഷികളായി മാറ്റപ്പെടുകയാണ് ചെയ്യുന്നത്. നമ്മുടെ മനോഭാവങ്ങളിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാമോ? നാം ഒന്ന് ദൈവസ്നേഹത്താൽ ഒരു സ്വയം ശോധനയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുന്നുവെങ്കിൽ, മറ്റുള്ളവരുടെ നേരെ വിരൽ ചൂണ്ടുവാൻ യോഗ്യതയില്ലാത്തവരാണ് എന്നും, തന്നിലേക്കാണ് തിരിയേണ്ടതെന്നും, തന്നെ കുറിച്ചാണ് ചിന്തിക്കേണ്ടതെന്നും, തന്റെ സ്വഭാവത്തെ രൂപീകരിക്കേണ്ടതാണെന്നുമുള്ള ചിന്തയോടുകൂടെ എറിയുവാനുള്ള കല്ലുകൾ സ്വന്തം ഹൃദയത്തിലേക്ക് പതിക്കുന്ന ആത്മശോധനയുടെ അനുഭവങ്ങളാക്കി തീർക്കണം എന്നുള്ളതാണ്. മൂന്നാമത്തെ ചിന്ത, ദൈവ സ്നേഹം പുതു ജീവിതത്തിന് അവസരം നൽകുന്നു എന്നുള്ളതാണ്. ഒന്നാമത് വിവേചനമില്ലാത്ത ദൈവസ്നേഹം, രണ്ടാമത് സ്വയം ശോധന ചെയ്യുന്ന ദൈവസ്നേഹം, മൂന്നാമത് പുതു ജീവിതത്തിന് അവസരം നൽകുന്ന ദൈവസ്നേഹം. ഇതിന്റെ 11-ാം വാക്യം യേശു പറയുന്നത്, ആരും നിനക്ക് ശിക്ഷ വിധിച്ചില്ലയോ, ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല, പോക, ഇനി നീ പാപം ചെയ്യരുത്. പാപത്തിന്റെ ശിക്ഷയായ മരണം അത് ജീവിതത്തിന്റെ അവസാനം കുറിക്കുമ്പോൾ, പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷാകരമായ അനുഭവത്തിലേക്ക് ദൈവ സ്നേഹം ഒരു പുതുജീവിതത്തിന് തുടക്കം കുറിക്കുന്നതായിട്ട് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയും. യേശു പറയുന്നു, പോക, ഇനി പാപം ചെയ്യരുത്. തന്റെ ജീവിതം ഇവിടെ അസ്തമിച്ചു എന്ന ചിന്തയോടെ പുരുഷാരത്തിന്റെ കയ്യിലിരിക്കുന്ന കല്ലുകൾ അത് തന്റെ മേൽ പതിച്ച് തന്റെ ഈ ശരീരത്തിൽ നിന്ന് ജീവൻ നഷ്ടപ്പെട്ട് ഒരു ജീവിതം ഇവിടെ അവസാനിക്കാനുള്ള സാഹചര്യത്തിൽ യേശുവിന്റെ മുമ്പിലേക്ക് ആ സ്ത്രീ കടന്നു വന്നപ്പോൾ യേശു പറയുന്നത്, പോക, ഇനി പാപം ചെയ്യരുത്. ജീവിതത്തിന് ഒരു പുതിയ തുടക്കം കുറിക്കുന്നതായിട്ട് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ശിക്ഷയ്ക്ക് കാരണമായ തെറ്റ് ഉണ്ട് എന്ന് വാദിച്ചവർ ശിക്ഷ നടപ്പാക്കുവാൻ കഴിയാതെ നിസ്സഹായരായി നിൽക്കുന്ന ഒരു കാഴ്ച നാം ഇത് വളരെ ചിന്തിക്കേണ്ടതായ ഒരു ഭാഗമാണ്. ഈ പാപിനിയായ സ്ത്രീയിൽ ശിക്ഷ വിധിക്കുവാനുള്ള കുറ്റം ചാർത്തപ്പെട്ട് യേശുവിന്റെ സന്നിധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. എന്നാൽ യേശു ദൈവസ്നേഹത്താൽ നിറയപ്പെട്ടവനായി, നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം ഈ സ്ത്രീയെ കല്ലെറിയട്ടെ എന്ന് പറയുമ്പോൾ, ഒരു സ്വയം ശോധനയിലൂടെ തങ്ങൾ വിശുദ്ധരെന്ന് അഭിമാനിച്ച ജനസമൂഹം
തങ്ങളുടെ കുറ്റങ്ങളെ അംഗീകരിച്ചുകൊണ്ട് തലയിൽ താഴ്ത്തി നിൽക്കുകയാണ്. ഇവിടെ ശിക്ഷയ്ക്ക് കാരണമായ തെറ്റ് ഉണ്ട് എന്ന് വാദിച്ചവർക്ക് ശിക്ഷ നടപ്പാക്കാൻ കഴിയാതെ പോയി. ഇവിടെ ആ ഒരു സാഹചര്യം നാം മനസ്സിലാക്കണം. അഥവാ ശിക്ഷ നടപ്പിലാക്കി തുടങ്ങിയാൽ അത് ആദ്യം എന്നിൽ നിന്നാണ് ആരംഭിക്കേണ്ടത് എന്ന ബോധ്യത്തിലേക്ക് ആ ജനവിഭാഗത്തെ നയിക്കുവാനായി യേശുവിന് കഴിയും. അതാണ് പ്രിയമുള്ളവരെ ദൈവസ്നേഹത്തിന്റെ ആശയ സംവേദനം. ആ ദൈവസ്നേഹത്തിൽ ഉള്ളടങ്ങിയിരിക്കുന്ന ആശയം പൂർണ്ണ അർത്ഥത്തിൽ സംവേദനം ചെയ്യപ്പെടുന്നതിൽ യേശു വിജയിച്ചപ്പോൾ മറ്റുള്ളവരെ വിധിക്കുവാനുള്ള കല്ലുകളുമായി കടന്നു വന്നവർ ആ ശിക്ഷ നടപ്പാക്കുവാൻ കഴിയാതെ, അഥവാ ആ ശിക്ഷ നടപ്പാക്കുന്നുവെങ്കിൽ തങ്ങളുടെ കയ്യിലിരിക്കുന്ന കല്ലുകളാൽ ആദ്യം എറിയപ്പെടേണ്ടത് തങ്ങൾ തന്നെയാണ്, എന്നിൽ നിന്നുമാണ് ആ ശിക്ഷ ആരംഭിക്കേണ്ടത് എന്ന ഒരു ബോധ്യത്തിലേക്ക് അവർ കടന്നു വരികയാണ്. അവർ ശേഖരിച്ച ആയുധങ്ങൾ വലിച്ചെറിഞ്ഞ് തലകുനിച്ച് ലജ്ജിതരായി അവർ മടങ്ങി പോകുകയാണ്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടതായ ഒരു യാഥാർത്ഥ്യം, പാപി എന്ന് മുദ്രകുത്തിയ വ്യക്തിക്കും നീ പാപിയാണ് എന്ന് മറ്റുള്ളവരെ നോക്കി കുറ്റം വിധിച്ചവർക്ക് ആത്മശോധന ചെയ്യുന്നതിലൂടെ നീയല്ല പാപി, ഞാനാണ് പാപി എന്ന തിരിച്ചറിവിലേക്ക് അവരെ കൊണ്ടുവരുവാൻ യേശുവിന്റെ ദൈവ സ്നേഹത്തിൽ അധിഷ്ഠിതമായ ആശയ സംവേദനം വിജയകരമായ ഒരു അനുഭവമാക്കി നടത്തുവാൻ യേശുവിന് കഴിഞ്ഞു എന്നുള്ളതാണ്. ഇന്ന് സമൂഹത്തിന്റെ ചിത്രം നീയാണ് പാപി എന്നുള്ള ചിന്തയാണ്. എന്നാൽ പ്രിയമുള്ളവരെ, യേശു അവരെ നോക്കി നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം കല്ലെറിയട്ടെ എന്ന് പറയുമ്പോൾ ആത്മപരിശോധനയിലൂടെ അവർ പറയുന്നത് നീയല്ല പാപി, ഞാനാണ് പാപി എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ മനോഭാവങ്ങൾ എപ്രകാരമായിരിക്കും? മറ്റുള്ളവരെ എറിയുവാനുള്ള കല്ലുകൾ ശേഖരിക്കുന്ന പരീക്ഷ സമൂഹത്തിന്റെ വക്താക്കളാണോ ഞാനിന്ന്? മറ്റുള്ളവരെ കരുതുവാനും സ്വന്തം കുറ്റം കണ്ടെത്തുവാനുമുള്ള സ്വയം ശോധനയിലൂടെ ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാനാണോ ആഗ്രഹിക്കുന്നത്? ഇവിടെ യേശു പറയുന്ന ഒരു ചിത്രം നാം വളരെ വ്യക്തമായി മനസ്സിലാക്കണം. പ്രിയമുള്ളവരെ, നീയാണ് പാപി എന്ന് മറ്റുള്ളവരെ മുദ്രകുത്തി സ്വയം ശോധനയിലേക്ക് കടന്നു വരുമ്പോൾ നീയല്ല ഞാനാണ് പാപി എന്ന് പറയുന്ന ഒരു സമൂഹം. ഇവിടെ പാപിനിയായ സ്ത്രീ പാപിയാണ്, വിശുദ്ധരെ അഭിമാനിച്ച ജനസമൂഹവും പാപിയാണ്. അവരെ നോക്കിയാണ് യേശു പറയുന്നത് നീ പോക, ഇനി പാപം ചെയ്യരുത്. എല്ലാവർക്കും വിടുതൽ നൽകുന്ന പാപത്തിന്റെ ശമ്പളമായിരിക്കുന്ന ശിക്ഷയിൽ നിന്നും ദൈവ സ്നേഹത്തിന്റെ അനുഭവങ്ങളിലേക്ക് ഒരു പുതിയ ജീവിതത്തിലേക്ക് അവരെ യേശു നയിക്കുകയാണ് ചെയ്യുന്നത്. നീയും ഞാനും പാപിയാണ് എന്നൊരു വിശ്വാസം, അത് ആത്മശോധനയിലൂടെയാണ് ഉരുത്തിരിയുന്നത്. ഇന്ന് പലപ്പോഴും നീ പാപിയാണെന്ന് പറയുവാൻ വെമ്പൽ കൊള്ളുന്ന, സ്വയം വിശുദ്ധരെന്ന് അഭിമാനിക്കുന്ന അനേക ക്രിസ്തീയ വിശ്വാസികളെ നമുക്കറിയാം. ഇങ്ങനെയുള്ള ചിന്തകളിലൂടെ മറ്റുള്ളവരെ എറിയുവാനുള്ള കല്ലുകൾ ശേഖരിക്കുന്നവരാണ് അവർ. പരീക്ഷ മനോഭാവം. എന്നാൽ യേശു പറയുന്നത് നീയും പാപിയാണ്, ഈ പാപി എന്ന് പറഞ്ഞവൾ പാപിയാണ്. എന്നാൽ ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ജീവിതം, ദൈവ സ്നേഹത്തിന്റെ പുതിയ ഒരു വഴി തുറക്കുകയാണ്. പോക, ഇനി പാപം ചെയ്യരുത്. ഈ ദൈവസ്നേഹം നമ്മെ പഠിപ്പിക്കുന്നത് പഴയ ജീവിതത്തിലേക്ക് പിന്തിരിഞ്ഞു പോകുവാനല്ല, പിന്നെയോ പുതിയൊരു ജീവിതത്തിലേക്ക്, പാപമില്ലാത്ത ഒരു ജീവിത അവസ്ഥയിലേക്ക് പ്രയാണം ചെയ്യുവാനാണ് ദൈവസ്നേഹം ഈ വിശുദ്ധ ദിവസം നമുക്ക് ആലോചന നൽകുന്നത്. പ്രിയമുള്ളവരെ, സ്നേഹത്തെ കുറിച്ച് ഒരു ഉദ്ധരണിയൂടെ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വചനചിന്തയ്ക്ക് വിരാമം കുറിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുകയാണ്. സ്നേഹം പ്രകടിപ്പിക്കുവാനുള്ളതാണ്. അത് പൊതിഞ്ഞുകെട്ടി മനസ്സിൽ സൂക്ഷിച്ചാൽ അത് ഒരിക്കലും തിരിച്ചറിയാതെ പോകും എന്നുള്ളതാണ്. സ്നേഹം അർഹിക്കുന്ന ആൾക്ക് അത് മനസ്സിലാക്കി കൊടുക്കുവാൻ പിന്നീട് ഒരിക്കലും
അവസരം കിട്ടി എന്ന് വരില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവസഭയെ, ദൈവജനമേ, മറ്റുള്ളവരെ എറിയുവാനുള്ള കല്ലുകൾ ശേഖരിക്കുന്ന പരീക്ഷ മനോഭാവത്തിൽ നിന്ന് മാറി സ്വയം ശോധനയുടെ അനുഭവത്തിലേക്ക് കടന്നു വന്നു ദൈവ സ്നേഹത്തിന്റെ ചാലകങ്ങളായി വർദ്ധിക്കുക, ദൈവ സ്നേഹം നമ്മിലൂടെ പകരപ്പെടുക. ദൈവം തന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ ഓരോരുത്തരെയും വഴി നടത്തുമാറാകട്ടെ.